السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال رسول الله صلى الله عليه وسلم: من أحب سنتي فقد أحبني. قال معي في الجنة. قال رسول الله صلى الله عليه وسلم. സ്നേഹ സാഗരങ്ങളായ എൻ്റെ അന്നൂർ മീഡിയയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവാധിപതിയായ സർവേശ്വരനായ സർവലോകജയ നിയന്താവായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശുദ്ധമായ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വന്ന് കൊണ്ടിരിക്കുന്നത്. ആ റമദാനിൻ്റെ 2 ചവിട്ടുപടികളിലൂടെ കയറി ഇതാ ഏതാനും ദിവസങ്ങൾക്കകം ഈ ചവിട്ടുപടിയിൽ നിന്നോ റമദാനിലേക്ക് നമ്മൾ കാൽവെക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ഹൃദയങ്ങളും മനസ്സും കൽബുമെല്ലാം നല്ലതുപോലെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് ആ റമദാനെ നാം വരവേൽക്കേണ്ടതുണ്ട്. നാം എങ്ങനെയാണ് അതിനെ സംസ്കരിക്കുക, എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്നുള്ളത് നിസ്കാരങ്ങളിലൂടെയും വിശുദ്ധമായ ഖുർആൻ പാരായണത്തിലൂടെയും സ്വലാത്തിലൂടെയും ദിക്റിലൂടെയുമാണ് നാം നമ്മുടെ ഹൃദയവും കൽബും മനസ്സുമെല്ലാം ശുദ്ധീകരിക്കേണ്ടത്. നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, ജമാഅത്ത് നിസ്കരിക്കുന്ന ഫർദ് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവരാണ്. ആ നിസ്കാരം പരിപൂർണമാവണമെങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നാം നിർവഹിക്കേണ്ടതാണ്. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി എന്നാണ്. എൻ്റെ സുന്നത്തിനെ ആരിഷ്ടപ്പെടുന്നുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തുകൾ പതിവാക്കിയിരുന്നു അത്രേ. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് ഹബീബറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുടങ്ങാതെ പതിവാക്കിയിരുന്നു എന്നാണ്. അതിൻ്റെ പേരാണ് റവാത്തിബ് നിസ്കാരം. മനസ്സിലാവുന്നുണ്ട്? ഈ റവാത്തിബ് നിസ്കാരങ്ങൾ 22 റക്അത്താണ്. ഈ 22 റക്അത്ത് നാം നിസ്കരിക്കേണ്ടതുണ്ട്. അതിൽ 10 പ്രബലമായ 10 റക്അത്തുകളാണ്. ആ 10 റക്അത്ത് നല്ല പ്രതിഫലം കിട്ടുന്ന പ്രബലമായ ഒരു 10 റക്അത്തുകളാണ്. 10 സലാമോടുകൂടിയാണ്
നമ്മളൊക്കെ സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നവരെ 10 സ്വലാത്ത് അല്ലേ? അതുപോലെയാണ് എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർക്കുക, അവിടേക്ക് സലാം പറയുക. ഇതൊക്കെ ആ സുന്നത്തിൽ പെട്ടതാണ്. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വലാത്ത് ചൊല്ലണം എന്ന് പറയപ്പെടുന്ന ഒരു മാസത്തിലൂടെയാണ് നാം ഉള്ളത്. അപ്പം പറഞ്ഞു വന്നത്, ഈ വിശുദ്ധമായ ഈ രാത്രിയിൽ, ഈ ദിവസത്തിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങളിലൂടെ അതിൻ്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് നാം പതിവാക്കേണ്ടതുണ്ട്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്തുകളുണ്ട്. അസറിന് മുമ്പ് 4 റക്അത്ത്. മഗ്‌രിബിന് ശേഷവും മുമ്പും 2 റക്അത്തുകൾ വീതം നിസ്കരിക്കണം. ഇശാഇന് മുമ്പും ശേഷവും 2 റക്അത്തുകൾ വീതം നിസ്കരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ളുഹർ സുബഹിക്ക് 2 റക്അത്ത് സുബഹിൻ്റെ മുമ്പ്, ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്തുകൾ വീതം നിസ്കരിക്കണം. അസറിന് മുമ്പ് 4 റക്അത്ത്, മഗ്‌രിബിന് ശേഷവും മുമ്പും 2 റക്അത്തുകൾ വീതം നിസ്കരിക്കണം. ഇശാഇന് മുമ്പും ശേഷവും 2 റക്അത്തുകൾ വീതം നിസ്കരിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രബലമായതാണ് 10 റക്അത്തുകൾ. അത് സുബഹി, ളുഹർ, മഗ്‌രിബ്, ഇശ. സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പും ശേഷവും 2 റക്അത്തുകളായിരിക്കും, മഗ്‌രിബിന് ശേഷം 2 റക്അത്ത്, ഇശാന് ശേഷം 2 റക്അത്ത്. ഈ 10 നിസ്കാരങ്ങൾ പ്രബലമായതാണ്. ഈ നിസ്കാരങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചാൽ നമ്മളെ ഇബാദത്തുകൾക്ക് അല്ലാഹു തആല സ്വീകരിക്കും. അങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ അറിയപ്പെടുന്നുണ്ട് അല്ലേ? ഈ നമുക്ക് വരാൻ പോകുന്നതാണ് വിശുദ്ധമായ റമദാനിലെ തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരം ഏറ്റവും അല്ലേ, രാത്രി നിസ്കരിക്കുന്ന ആ തറാവീഹ് നിസ്കാരം അത് 20 റക്അത്താണ്. 20 റക്അത്താണ് ആ തറാവീഹ് നിസ്കാരം. അത് റമദാനിലെ രാവുകളിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരമാണ്. ഇത് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുമാണ്. അപ്പോൾ ഈ തറാവീഹ് നിസ്കാരം 20 റക്അത്തുകളാണ്. ഈ 2 റക്അത്തുകൾ വീതം 10 സലാമോടുകൂടെയാണ് നിസ്കരിക്കേണ്ടത്. ഈ 2 റക്അത്തുകളായി 10 സലാമോടുകൂടെ എന്താക്കണം? അങ്ങനെ ഇശാ നിസ്കാരത്തിന് ശേഷവും സുബൈക്ക് വരെയാണ് ഇതിൻ്റെ സമയം. ഇശാ നിസ്കാരം കണ്ട് കഴിഞ്ഞാൽ പിന്നെ സുബഹി വരെ നമുക്ക് ഈ തറാവീഹ് നിസ്കരിക്കാം. ആരും ബേജാറാവണ്ട. 10 മണിയായി, 12 മണിയായി, ഇനിയിപ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊന്നും ആരും സംശയിക്കേണ്ട. അപ്പോൾ സുബഹി വരെ നമുക്ക് നിസ്കരിക്കാം. റമദാനിലെ വിത്തർ നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. നമ്മൾ കണ്ടില്ലേ ആ തറാവീഹ് എത്ര ആളാ എന്ന് ചോദിക്കുമ്പോൾ 23 റക്അത്ത്. 20 റക്അത്ത് സുന്നത്ത്, പിന്നെ തറാവീഹും 3 റക്അത്ത് വിത്തറുമാണ്. ഇത് കൂട്ടിയാണ് 23 റക്അത്ത് എന്ന് പറയുന്നത്. ഖല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശ്വാസത്തോടുകൂടെയും പ്രതിഫലം പ്രതീക്ഷിച്ചും ആര് റമദാനിൽ രാത്രികൾ നിസ്കാരം നിർവഹിച്ചുവോ അവൻ മുൻകഴിഞ്ഞ പാവങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അവൻ്റെ മുൻകഴിഞ്ഞു പോയ അത്ര വലിയ പാവങ്ങളാണെങ്കിലും അത് പൊറുക്കപ്പെടുന്നതാണ് എന്ന് ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സുന്നത്തുകളൊക്കെ ഇനി നമുക്ക് വരാൻ പോകുന്നത് പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സലാത്തുൽ കുസൂഫൈനി എന്ന് പറയുന്ന ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. സലാത്തുൽ കുസൂഫൈനി
അതൊക്കെ സുന്നത്തുകളാണ്. അതൊക്കെ നമ്മൾ നിർവഹിക്കണം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയത്തില്ലാ. ഹബീബരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തീർച്ചയായും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് സുന്നത്സ്കാരമുണ്ട്. ഗ്രഹണസ്കാരം, സൂര്യ അല്ലേ, അങ്ങനത്തെ നിസ്കാരങ്ങൾ, സൂര്യ ചന്ദ്ര ഗ്രഹണ നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സുന്നത്തായ നിസ്കാരങ്ങളാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാഹു തആല നാം പറയുന്നതും നിങ്ങൾ കേട്ടതൊക്കെ അതും അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുവരെ നമുക്കൊരു ലൈവായിട്ടുള്ളൊരു ക്ലാസ്സാക്കി മാറ്റണമെന്ന് സ്നേഹത്തോട് അറിയിക്കുകയാണ്. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.